എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ജാമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു പൈനാപ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലടിച്ച് ജ്യൂസാക്കി എടുക്കാം. ഇവിടെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ജ്യൂസറിലാണ് അടിച്ചെടുത്തത്. അതുകൊണ്ട് അതിൻ്റെ കഷ്ണങ്ങളൊന്നുമില്ല, നല്ല ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ജാമിന് ആവശ്യമായ 2 ഗ്ലാസ് പഞ്ചസാര 400 ഗ്രാം ഉണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ജാമിന് കളർ കിട്ടാനായിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ ഉണക്കി പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ്. ഒരു ബൗളിൽ ഇട്ടിട്ടുണ്ട്. ചെറു ചൂടുവെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മഞ്ഞയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ജ്യൂസ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല കുറുകി വറ്റി വരണം. കുറച്ച് വറ്റിയിട്ടുണ്ട്. 5 തുള്ളി പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജാം നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് കണക്കിലുള്ള കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ജാം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ജാമാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കാൻ നോക്കണം. നമുക്കൊരു ബ്രെഡിൽ ജാം ഒന്ന് പുരട്ടാം. വളരെ ടേസ്റ്റിയാണിത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഇടണം.